ഹായ് ഫ്രണ്ട്സ്, ജെറി ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് പറയുമ്പോൾ കണ്ടില്ലേ, മലേഷ്യയിലെ മീ ഗോരിങ് പ്ലസ് മീ സൂപ്പ് പ്ലസ് നാസി കേക്ക്. നാസി കേക്ക് എന്ന് പറയുമ്പോൾ റൈസ് കേക്ക് പ്ലസ് മലേഷ്യ അപ്പം. അങ്ങനെ കുറച്ച് ഐറ്റംസ് നമുക്കങ്ങ് കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് മാഗി സൂപ്പ്. ഇതാണ് മാഗി സൂപ്പ്. പിന്നെ ഇനി അടുത്ത സംഭവങ്ങൾ കാണിച്ചു തരാം. അടുത്തതായി ഈ കാണുന്നതാണ് നാസി കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ റൈസിൽ ഉണ്ടാക്കിയ കേക്കാണ്. മധുരമൊന്നുമില്ല, നോർമലാണ്. പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ള ഐറ്റം എന്നൊക്കെ പറയുമ്പം കൊഞ്ചുണ്ട്, പിന്നെ കോഴി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ തക്കാളി, പച്ചമുളക്, പിന്നെ കീര ഇവിടുത്തെ ഒരു സൈസ് കീരയാണ്. പിന്നെ അങ്ങനെ പിന്നെ സോസും കാര്യങ്ങളൊക്കെ ഇട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ മലം പോകും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് മലേഷ്യയിലെ അപ്പം. ഈ അപ്പത്തിനെ കുറിച്ച് ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെൻ്റെ ഈ ചാനലിലുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാവുന്നതാണ്. കണ്ടില്ലേ, നല്ല മൊരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ്, ഭയങ്കര മധുരമാണ്. ഭയങ്കരമൊന്നുമില്ല, ആവറേജ് മധുരമാണ്, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ മീ ഗോരിങ് കിട്ടുന്ന പുള്ളിക്കാരൻ ഇവിടെ കല്യാണത്തിന് വന്നതാണ്. അപ്പം ഇത് കണ്ടപ്പോൾ പുള്ളിക്കാരനൊരു ആഗ്രഹം, അത് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആഗ്രഹം അങ്ങ് തീർക്കുകയാണ്. ഫ്രണ്ട്സ്, ഇതാണ് മീ സൂപ്പ്. ഞാൻ നേരത്തെ കാണിച്ചായിരുന്നല്ലോ, ഇതാണ് മീ സൂപ്പ്. ഇതിൻ്റെ സൂപ്പാണ് ഈ പുള്ളിക്കാരൻ ഒഴിച്ചെടുത്തുകൊണ്ട് പോകുന്നത്. ഇതിനകത്തുള്ളത് കാണുന്നില്ലേ, ഇതാണ് മീ സൂപ്പ്. ഈ സൂപ്പ് നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തുണ്ട്.
പിന്നെ ഇതൊക്കെയെന്ന് പറയുമ്പോൾ അതിൽ ചേർക്കുന്ന ചേരുവകളാണ്. കോഴിയൊക്കെ കണ്ടില്ലേ, പിച്ചിട്ടേക്കുന്നുണ്ടല്ലേ, കോഴീനെ വേവിച്ചവിച്ച് പിച്ചിട്ടേക്കും. പിന്നെ മുളക് കാര്യങ്ങളെല്ലാം ഇതിൽ ചേർത്ത് നമ്മൾ ആ സൂപ്പായിട്ട് ഒഴിച്ച് നമുക്ക് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മലേഷ്യ വിശേഷങ്ങളും വീഡിയോയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.